സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാർ പദ്ധതിയായ വിദ്യാവാഹിനിയുടെ ഭാഗമാകാൻ കഴിയാതെ വയനാട് പനമരം ആര്യന്നൂർ ഉന്നതിയിലെ കുട്ടികൾ. സാങ്കേതിക തടസ്സമാണ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. പറ്റാണ്ട് കരഞ്ഞിട്ടപ്പോൾ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോവില്ല, നമുക്ക് ചിലവ് വേണ്ടേ? അവർക്ക് പഠിക്കാനുള്ള ബുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം, പേന വാങ്ങണം. പണിക്കും പോകേണ്ടിന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആദിവാസി ഉന്നതികളിൽ നിന്നും കുട്ടികളെ വാഹനമാർഗം സ്കൂളിലെത്തിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് വിദ്യാവാഹിനി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയിൽ സ്കൂളിന് 1 കിലോമീറ്റർ പരിധിക്ക് അപ്പുറത്തു നിന്നും വരുന്ന കുട്ടികളാണ് മാനദണ്ഡ പ്രകാരം ഉൾപ്പെടുക. എന്നാൽ ഈ മാനദണ്ഡമാണ് പനമരം ആര്യന്നൂർ ഉന്നതിയിലെ കുട്ടികൾക്ക് വിനയായിരിക്കുന്നത്. 15ഓളം വരുന്ന കുട്ടികളുണ്ട്. അവർക്ക് വിദ്യാവാഹിനി സൗകര്യമില്ലാത്തത് കൊണ്ട് കുട്ടികൾ സ്കൂൾ മുടങ്ങി പോവുകയാണ്. ദിനേന സ്കൂളിൽ വിടണമെങ്കിൽ രക്ഷിതാക്കൾ ജോലിക്ക് പോവാതെ അവരെ കൊണ്ടുവിടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. വിദ്യാവാഹിനിയുടെ ദൂരം 1 കിലോമീറ്റർ പരിധി ഉള്ളിലുള്ള കുട്ടികൾക്കാണ് വിദ്യാവാഹിനി കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വിദ്യാവാഹിനി എല്ലാ കുട്ടികളും കിലോമീറ്റർ വൈസ് വെക്കാണ്ട് എല്ലാ കുട്ടികൾക്കും നമ്മൾ ഏർപ്പാടാക്കിയാൽ മാത്രമാണ് ഇവിടുത്തെ ഈ ഉന്നതിയിൽ ഒരു പ്രശ്നം തീരുള്ളൂ. വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടേണ്ടതിനാൽ ജോലിക്ക് പോകാൻ പോലും സാധിക്കില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. പണിക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക്. രാവിലെയും കൊണ്ടുപോകണം, വൈകുന്നേരം കൊണ്ടുപോകണം. ഞങ്ങളെ കുട്ടികൾ ഈ റോട്ടുമ്മ കൂടെ നടക്കാൻ പറ്റാണ്ട് കരഞ്ഞിട്ടപ്പോൾ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോവില്ല, വണ്ടി വരുന്നുണ്ട്, കോടയെ പിടിച്ച് നടക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് പരാതി മക്കളത്. അപ്പം നമ്മൾ പനിയമഴ കെട്ടിച്ചാൽ അവർ കൊണ്ടുവന്ന് അപ്പോൾ നമ്മൾ കുടുംബജീവിതം ഇങ്ങനെ പോവും. മക്കളും 2 നേരം കൊണ്ടുപോകുമ്പോൾ നമുക്ക് ചിലവ് വേണ്ടേ? അവർക്ക് പഠിക്കാനുള്ള ബുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം, പേന വാങ്ങണം. എല്ലാം ഞങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഈ പണിക്കും പോകേണ്ടിന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാ മക്കള്? വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ന്യൂസ് മലയാളം, വയനാട്.